എടോ, താൻ എങ്ങനെ അവളെ മുട്ടി? അവളെന്നെ കണ്ടപ്പോഴേ കണ്ണടിച്ച് കാണിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി സാധനം മാറ്റാണെന്ന്. താൻ ഇതെങ്ങനെ അവതരിപ്പിച്ചു? ഞാൻ ചോദിച്ചു എന്താണ് ഈ റോട്ടിലേക്കണെന്ന്. അപ്പൊ അവള് പറയാണ് എന്നെ ഇഷ്ടമായി, ഞാനും കൂടെ വരട്ടേന്ന്. ഞാൻ പറഞ്ഞു നിനക്ക് പറ്റി സാറ് എന്റെ കൂടെ ഉണ്ടെന്ന്. എന്തൊരു ബുദ്ധിയാണ് നിനക്ക്. ഏതായാലും നീ അവളൊന്ന് വിളിക്ക്. ആരാണ് വന്നിരിക്കണെന്ന് അറിയാമോ? ഇപ്പൊ ഒരു വീരഭദ്രൻ സാറ്. ഈ ഏരിയയിൽ ആര് കച്ചവടത്തിന് വന്നാലും ആദ്യം സാറ്, പിന്നെ ഞാൻ. അവള് കാശ് വല്ലതും ചോദിക്കോ? ഫ്രീ ആണ്. കാശ് ചോദിച്ചാൽ അടിച്ചവളുടെ ഷേപ്പ് വേണ്ട, ഉടക്കണ്ട. വാ, സാറ് ധൈര്യമായിട്ടില്ലേ, ഞാനില്ലേ കൂടെ. പേടിക്കണ്ട, ചെകുത്താനൊന്നുമല്ല, ഞാനും മനുഷ്യനാ. നാണിച്ച് നിൽക്കാണ്. ഇപ്പോഴേ ഇങ്ങനെ നാണിക്കാൻ തുടങ്ങിയാലോ? സാറേ ഇനി സമയം കളയണ്ട, ഞാൻ പോയി പൊറോട്ട അടിച്ചെടുത്തോണ്ട് വരാം. സാറ് വിളിച്ചോണ്ട് പോകും. എന്താ ഭവതിയുടെ പേര്? സാധാരണ സ്ത്രീകൾക്ക് എന്നെ വലിയ ഭയമാണ്, കാരണം ഞാനൊരു അഹങ്കാരിയാണല്ലോ. ചിരിക്കുന്നു, നിന്റെ ചിരിയൊക്കെ ഞാൻ മാറ്റും. വരും. രക്ഷിക്കണം സ്വാമി, അവിടെ പുറത്തുപോട്ടെ. അറിയാതെ ചെയ്തു പോയ തെറ്റാണ് സ്വാമി, ക്ഷമിക്കണം സ്വാമി. കാളി കാളി കൊടുങ്കാളി കാളി. അകത്തു വരൂ, ഇരിക്കൂ. വണക്കം. കണ്ടു അല്ലേ? അതെ, ഫുൾ മേക്കപ്പിൽ. പറയത്തക്ക ഭംഗിയൊന്നുമില്ല. മനസ്സിലായി. ക്ഷമിക്കണം സ്വാമി, ഒരബദ്ധം പറ്റിപ്പോയി, രക്ഷിക്കണം. അതെ, അബദ്ധം പറ്റി. നിങ്ങൾക്കല്ല, അവൾക്ക്. അവൾ ആരാണെന്ന് എനിക്കറിയാം, എനിക്ക് മാത്രമേ അറിയൂ. ഇപ്പൊ എനിക്കും അറിയാം. നമസ്കാരം. വലത് കൈയിൽ ധരിച്ചോളൂ. ഒന്ന് അയാൾക്കും കൊടുത്തേ. അല്പനേരം എല്ലാവരും കണ്ണടച്ച് ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചിരിക്കുക. ഞാൻ പറയാതെ ആരും കണ്ണു തുറക്കരുത്. ഓം ഹ്രീം നീലി ഭാവമൂർത്തി ഭാവമൂർത്തി ഉഗ്രമൂർത്തി ഉഗ്രമൂർത്തി. നീലി, നിർത്തു നിന്റെ കൊലച്ചിരി. എന്റെ കൊലച്ചിരി നീ ഇനിയും കേൾക്കും. ഇല്ല, അതിനു മുമ്പ് നിന്നെ ഞാൻ. എന്നെ നശിപ്പിക്കാൻ നിനക്കാവില്ല. എന്നെ വെട്ടിനുറുക്കിയ ആ ക്ഷത്രിയന് കൂട്ടുനിൽക്കുന്ന നീ നീചനാണ്, നീചൻ. നിന്നെയും ഞാൻ കൊല്ലും. നിന്റെ രക്തദാഹം ഇനിയും അടങ്ങിയില്ലേ? ഇല്ല, ആഗ്രഹപൂർത്തി വരാതെ കൊല്ലപ്പെട്ടവനാണ് എന്റെ ഉദയൻ. അതിനെനിക്ക് പ്രതികാരം ചെയ്യണം. അവസാനത്തെ ഒരു ആൺതരി ഉണ്ടല്ലോ, ബാക്കി തൃപ്പങ്ങോട്ട്. അവന്റെ കൊലയിലൂടെ ഞാൻ അത് സാധിക്കും. ഇല്ല, അതിനു മുമ്പ് നിന്നെ ഞാൻ നശിപ്പിക്കും. നിനക്കതിന് കഴിയില്ല. ഗുരുകാരണവന്മാർ പകർന്നു നൽകിയ തന്ത്രമന്ത്രങ്ങളുടെ ശക്തി ക്ഷയിച്ചു പോയിരിക്കുന്നു. എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നിന്നെ മാത്രമല്ല, നിന്റെ കുലം മുഴുവൻ ഞാൻ മുടിക്കും. നീലി, ഇത്രയും കോപം നിനക്ക് പാടില്ല. നീ സ്ത്രീയാണ്, സ്ത്രീ അമ്മയാണ്. അമ്മ ക്ഷമയാണ്, ക്ഷമ ഭൂമിയാണ്. ഭൂമിക്ക് ചാഞ്ചല്യം പാടില്ല. ചാഞ്ചല്യം വന്നാൽ
ഈ പ്രപഞ്ചം നശിക്കും. അത് ഞാൻ തടയും. ഇനി എല്ലാവർക്കും കണ്ണു തുറക്കാം. എന്താ തിരുമേനി, വിഘ്നം വല്ലതും? എന്താന്ന് വെച്ചാലും പറയാം. നീലി, അവൾ കൂടുതൽ കരുത്താർജിച്ചിരിക്കുന്നു. ഇവിടെ അവൾ നടത്തിയ 2 കൊലപാതകങ്ങൾ വിനാശകാരിയായ അവൾക്ക് കൂടുതൽ ആത്മബലം നൽകിയിരിക്കുന്നു. എന്നെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം പോലും അവൾക്ക് കിട്ടിയിരിക്കുന്നു. സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ ഭൂമിയിലെ അതീന്ദ്രിയ ശക്തികളെ സ്വാധീനിക്കും. അതിന് ശക്തിയും ചിലപ്പോൾ ദുർബലതയും നൽകും. ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഒരു കൃഷ്ണപക്ഷത്തെ അമാവാസി നാളിൽ നീലിക്ക് ശക്തിക്ഷയം സംഭവിച്ചപ്പോഴാണ് അവളെ തളച്ചത്. അതുപോലെ ഒരു സമയത്തെ വീണ്ടും അവളെ തളയ്ക്കാൻ കഴിയൂ. പക്ഷെ അങ്ങനെ ഒരു അവസരം ഒത്തുവരണമെങ്കിൽ ഇനി വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അതുവരെ അവൾ ഇവിടെ നാശം വിതയ്ക്കും. മറ്റു മാർഗങ്ങളൊന്നും കാണുന്നില്ലേ? നോക്കാം. ഇന്നത്തെ ദിവസം കൃഷ്ണപക്ഷത്തിലെ അമാവാസിയാണ്. പക്ഷേ നാള് രേവതിയല്ല, അനുനാളായ തൃക്കേട്ടയാണ്. രേവതി അല്ലെങ്കിലും ആ നാളിന്റെ അനുനാളിൽ ജനിച്ച പുരുഷനുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാമായിരുന്നു. അങ്ങനെയൊരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എന്താ നാള്? നാളറിയില്ല. ജനന തീയതി 1979 മെയ് 16. സമയം അറിയില്ല. തൃക്കേട്ട നക്ഷത്രത്തിന്റെ അവസാന പാദത്തിൽ ഭൂജാതനായ പുരുഷൻ. ഇവൻ തന്നെ നീലിയുടെ അന്തകൻ. ആവാഹന ക്രിയയ്ക്കുള്ള കളം തയ്യാറാകട്ടെ.
നീലി ഉറങ്ങിക്കിടന്ന ആ വൃക്ഷത്തിൻ്റെ മുറിവിൽ കുങ്കുമം നിറയ്ക്കുക. വൃക്ഷത്തിന് ചുറ്റും 3 പ്രദക്ഷിണം. വൃക്ഷത്തിന് അഭിമുഖമായി നിന്ന് 3 അടി പിന്നോട്ട് നടക്കുക. എന്ത് പ്രകോപനമുണ്ടായാലും തിരിഞ്ഞു നോക്കരുത്. എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് നീ ഈ ആവാഹന കളത്തിലെത്തണം. സണ്ണി, ഇത് ഞാനാടാ കോപൻ. നീ എന്നെ കൂടി കൊണ്ടുപോടാ. നിങ്ങളെയൊക്കെ കാണാതെ ഞാനിവിടെ ഒറ്റയ്ക്ക്. നിന്നെ പ്രലോഭിപ്പിക്കാൻ നീലി എല്ലാ അടവും പയറ്റും. തിരിഞ്ഞു നോക്കരുത്. ഓം ഹ്രീം. ശത്രുസംഹാരിണി. നീലി പ്രതിബന്ധമായി മുന്നിൽ വന്നാൽ വെളുത്ത കിഴിയിലെ ഭസ്മം പ്രയോഗിക്കണം. ഭദ്രം. ഓം ഹ്രീം ശത്രുസംഹാരിണ്യേ നമഃ.